5 സുന്ദരികൾ. ഡിസംബർ 29 തിങ്കളാഴ്ച മുതൽ എല്ലാ ദിവസവും രാത്രി 9:30 നമ്മുടെ സ്വന്തം സൂര്യ TV. സാറേ, മാഡം എന്ത് പറഞ്ഞു? ചായ സൂപ്പർ ആണെന്ന് പറഞ്ഞു. നല്ല ചൂട് ചായ. ചേടാ, ഈ ഗ്ലാസ് എന്തിനാ എന്റെ തന്നത്? ഇതിന് ഞാൻ കടയിൽ കൊണ്ട് കൊടുക്കണോ? ഏത് കടയിലെ ഗ്ലാസ് ആണെന്നൊക്കെ ആർക്കറിയാം? എന്താ ഇത്? എന്താ ഇതെന്റെ മോനാ സാറേ. കഴിക്കാനുള്ള ഭക്ഷണം കൊണ്ടാ. അവനുള്ള ഭക്ഷണം കൊണ്ടുവന്നതാ. ലോക്കപ്പിൽ കിടക്കുന്ന ആൾക്ക് പുറത്തുനിന്ന് ഭക്ഷണം കൊടുക്കാൻ പാടില്ല. നിങ്ങൾ പോ. അയ്യോ സാറേ, അങ്ങനെ പറയല്ലേ സർ. പ്ലീസ്, എന്റെ മോന് ഭക്ഷണം കൊടുത്തിട്ട് ഞാൻ പെട്ടെന്ന് പൊക്കോളാം. പ്ലീസ് സർ. ഇതൊന്നും എനിക്ക് അനുവദിക്കാൻ പറ്റില്ല. നിങ്ങൾ പുറത്തു പോ. അല്ല സാർ. എന്താ ഗോപ? സാറേ, ഇവര് സാറേ, എനിക്ക് എന്റെ മോനോട് ഒന്ന് സംസാരിക്കാനാ. എനിക്ക് ഒരു 2 മിനിറ്റ് മതി. ശരി, പെട്ടെന്ന് വേണം. മക്കളെ, എടാ മോനെ, അരവിന്ദ്, നീ എന്റെ മോൻ ക്ഷീണിച്ചു പോയടാ. മക്കളെ, തുണിക്കച്ചവടക്കാരി കരയിക്കണമെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ കരഞ്ഞത് ഞാനാണല്ലോടാ. നമുക്കറിയാതിരിക്കും. നിന്നെ എങ്ങനെ കാണാൻ എനിക്ക് വയ്യ മക്കളെ. പറയടാ. എന്റെ മോന് ചോറ് ഒരു പിടി കൊടുത്തോട്ടെ പ്ലീസ് സർ. അനുവദിക്കാൻ പാടില്ലാത്തതാ. എന്തായാലും കൊടുത്തിട്ട് പെട്ടെന്ന് പോകാൻ നോക്ക്. ഗോപ, തുറന്നു കൊടുക്ക്. ശരി സാർ. മോനെ, ഇവര് മോനെ തല്ലിയോ? സത്യം പറയാൻ വേണ്ടി കുറെ തല്ലി. ഞാനൊന്നും പറഞ്ഞില്ല. അപ്പോഴാ അമ്മയുടെ ഭർത്താവ് എൻ്റെ ഫോൺ ചെക്കിനേസിയോട് പറഞ്ഞത്. ചെക്ക് ചെയ്ത അമ്മയും വിടും. അതാ ഞാൻ സത്യം പറഞ്ഞത്. നശിച്ചു പോത്തേ ഉള്ളൂ. അവള് കഴിക്ക്. മോന് കുടിക്കാൻ വെള്ളം വേണോ? വയറ് നിറച്ച് കഴിക്കും. അമ്മ കഴിച്ചോ? ഞാൻ വീട്ടിൽ പോയി കഴിച്ചോളാം. വിഷമിക്കല്ലേ. പുറത്തിറക്കാനുള്ള വഴിയൊക്കെ അമ്മ നോക്കിക്കോളാം. മതി മതി, സമയായി. വാ. എടാ, മോന്റെ വിശപ്പ് മാറിയോ?
വയറ് നിറഞ്ഞമ്മേ. അമ്മേ, എന്നെ സെല്ലിനകത്താക്കി അമ്മയുടെ ഭർത്താവും മോനും അവൻ്റെ ഭാര്യ ആഘോഷത്തിലായിരിക്കുമല്ലേ? അതെ. ഇന്ന് ഞാൻ അകത്തായിരിക്കില്ലല്ലോ. പുറത്തിറങ്ങിയിട്ട് ഞാൻ കാണിച്ചു കൊടുക്കാം. എടാ, ആ ചാരുവിനെ ഒരിക്കലും വെറുതെ വിടരുത്. ഇല്ലമ്മേ, ചാരുവിന് മാത്രമല്ല, എന്നെ ഇതിനകത്താക്കിയ മൂന്നിനെ ഞാൻ വെറുതെ വിടില്ല. ഹലോ, മകന് ഭക്ഷണം കൊടുത്ത് കഴിഞ്ഞില്ലേ? സ്ഥലം എവിടെ നോക്ക്. ബാബാ. ആ സാർ. ആ ശരി സാർ. മക്കളെ, സാറേ, അവൻ അറിയാതെ പറ്റിപ്പോയൊരു തെറ്റ. ആകാശിനെ വിട്ടതുപോലെ ഇവനെയും വിട്ട സാറിന് പുണ്യം കിട്ടും. പുണ്യത്തിന് വേണ്ടിയല്ല ഞാൻ പണിയെടുക്കുന്നത്. മകൻ കാണിച്ചൂട്ടി എന്താണെന്ന് അറിയാലോ. കേസ് സ്ട്രോങ്ങാ. നിങ്ങളൊരു വക്കീലിനെ കണ്ട് കോടതിയിൽ നിന്ന് ജാമ്യം എടുക്കാൻ നോക്ക്. മക്കളെ, അമ്മേ, എസ് സാർ പറഞ്ഞതുപോലെ ഒരു വക്കീലിനെ കണ്ട് ജാമ്യത്തിനുള്ള ഏർപ്പാട് ചെയ്യാം. ശരി. അമ്മ ഇപ്പൊ പോയിക്കോ. ചെല്ല്. സാറേ, ഇനി എന്റെ മോനെ തല്ലല്ലേ സാറേ. അവനെല്ലാം ഏറ്റു പറഞ്ഞ് സ്റ്റേറ്റ്മെന്റ് സൈൻ ചെയ്തു. ഇനി അവനെ തല്ലേണ്ട കാര്യമില്ല. മുഹൂർത്തത്തിന് തൊട്ടു മുമ്പ് തെക്ക മുങ്ങാന്നൊക്കെ പറഞ്ഞ മോന്റെ ചേട്ടൻ അരവിന്ദ് ഈ ചാരുവിനെ കരയിപ്പിച്ചിട്ട് പോയത് ഒട്ടും ശരിയായില്ല. മോനാ സമയത്ത് ചാരുവിന്റെ കഴുത്തിൽ താലി കെട്ടി ഇവൾക്കൊരു ജീവിതം കൊടുത്തല്ലോ.